ആ നേരത്തെ ശരിക്കും കണ്ടായിരുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളുള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ്. ഫിഷിംഗ് ആണെന്ന്. എല്ലാവർക്കും കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് കുമ്പളങ്ങിയിലാണ്. ഇത് കുമ്പളങ്ങിയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നൈറ്റ് ഫിഷിംഗ്, ചെമ്മീൻ പിടിക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഈ കാണുന്നതാണ് കമ്പവല അല്ലെങ്കിൽ ചീനവല എന്ന് പറയപ്പെടുന്ന വല. ധാരാളം ചീനവലകൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ചെമ്മീൻ പിടുത്തമാണ് ഇവിടുത്തെ മെയിൻ. അപ്പം നമുക്കത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ തോണിയായിട്ട് വരുന്നുണ്ട്. ഈ ചെറിയ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇത് കൈതപ്പുഴ കായലാണ്. ഈ ചേട്ടൻ്റെ വീട് തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ കമ്പവല കിച്ചൺ ആണ് ഈ കാണുന്നത്, ഈ ലൈറ്റ് ഇട്ട് കാണുന്നത്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഈ തോണി കയറി ഇങ്ങോട്ട് പോവുകയാണ്. എത്ര മണി വരെ ഉണ്ടാവും ഇത്? വെളുക്കുമ്പോഴോ? ചേട്ടൻ പറഞ്ഞ ഇത് വെളുക്കോളം വരെ ഇവരിങ്ങനെ ചെമ്മീൻ പിടിക്കും എന്നാണ്. ഇപ്പോൾ കുറവാ? ഇതില്ല. ഇതിൻ്റെ മുകളിലേക്കോ? മുകളിലേക്ക് കയറാൻ പറ്റുമോ? ഏതാ? ഇതാണ് ചേട്ടൻ്റെ വീട്. ഇത് രണ്ടാണോ? പറ്റുമല്ലേ? മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു വിധത്തിൽ ആൻ്റപ്പൻ ചേട്ടൻ്റെ തട്ടിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് പിടിച്ചത്. ഇവിടെ ചെമ്മീൻ പിടിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ കുറേ. ഇതിനകത്ത് കിടന്ന് പിടച്ച് കളിക്കുന്ന ചെമ്മീനെ നമുക്ക് കാണാം. ഉണ്ടോ? നല്ല പെടപെടാന്ന് പിടയ്ക്കുന്ന ചെമ്മീൻ. ചെമ്മീൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെ മറ്റ് പല മീനുകളും കൂടെ കിട്ടും. അതിങ്ങനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെമ്മീൻ തന്നെ പലതരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. വലിപ്പം അനുസരിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം, എന്നാലേ ഇവർക്ക് കറക്റ്റായിട്ട് ഇതിനുള്ള പൈസ കിട്ടുള്ളൂ. ഇതുപോലെയുള്ള മീനുകൾ വേറെയും കിട്ടും, പലതരത്തിലുള്ളത്. പിന്നെ ഞണ്ട് കിട്ടും. ഇത് വലിയ ചെമ്മീനിനെ മാക്സിമം മാറ്റി വെച്ചേക്കാണ്. പടപെടാണ്. പിന്നെ ഞണ്ടും കാണും ഇതിനകത്ത്. പലതരങ്ങൾ സാധനങ്ങൾ കാണും. ഇതിനൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ചീനവലയിൽ നിന്ന് ചെമ്മീനെ എങ്ങനെ പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ചേട്ടൻ വല പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വലയ്ക്കകത്ത് ഉള്ളതിനൊക്കെ കോരിയെടുത്തിട്ട് കൊണ്ടുവരും. വേലിയിറക്കത്തിൻ്റെ സമയമാണ്.
ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ 10, 10:30, 12 മണി വരെയോടുകൂടി തിരിച്ച് വേലിയേറ്റം ഉണ്ടാകും. നമ്മുടെ വേലിയേറ്റത്തിൻ്റെ സമയത്താണ് നമുക്ക് കൂടുതൽ ചെമ്മീനെ കിട്ടുന്നത്. ഇതുപോലെ ഇച്ചിരി പാടാണ് ഇത് വലിച്ച് പൊന്തിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റ് ഉണ്ട്. വലിയ വലയാണിത്. പതുക്കെ പതുക്കെ വലിച്ച് പൊന്തിക്കുക. എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. കായൽ നിറച്ച് ഈ ആൾക്കാർ കുപ്പികളും അതും ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതും കാണും. ആ വേസ്റ്റെല്ലാം പെറുക്കിയും കളയണം. അതിന് ശേഷം മാത്രമാണ് ചെമ്മീൻ കിട്ടുള്ളൂ. അപ്പോൾ ആരും കായലിലേക്ക് ഇങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങൾ വലിച്ചെറിയരുത്. കായലിലോ പുഴകളിലോ ഒന്നിലും. കൂടുതലായത് കാരണം നമ്മളവിടെ കയറിയില്ല. ഇത് ഹൈറ്റ് കുറവായത് കാരണം ഇവിടെ കയറി ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. വലയൊക്കെ ചെറിയ വല ഇതിപ്പോൾ വലുതാ ഇത് ഈ വല? ഇത് വലുത്. വലുത് അത്ര വലുതല്ല. 99 അപ്പത്തെ ചെറുതാണ്. ഇത് 20 ഉള്ളു. അത് 22 മുഴ. 22 മുഴ. ചേട്ടൻ്റെ പേരെന്നാ? ആൻ്റണി. ചെമ്മീൻ തെറിച്ച് കളിക്കും. ചാടിക്കുണ്ടെങ്കിൽ കുറേ അയക്കുമ്പോഴേ ഞാൻ മൂടിയിട്ടേ സാധനം ഏതാണത്? ഈ പിങ്ക് മണ്ണി ഇതിനടിയിലുണ്ടാകും. കടിക്കുന്ന സാധനം. കടിക്കുക? ഇതിനടിയിലുണ്ടാകും. ഇത് വലുതായിക്കുമ്പോൾ കടിക്കുന്ന സാധനം. ഓ വള ഈ ഊരാനെന്ന് പറയും. ഊരാൻ പോലെ സാധനം താറാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. വിഷമുള്ളതാണോ അത്? ഇല്ല, വിഷമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ കടി കിട്ടും. വലുതൊക്കെയാണ് കടിക്കാം. നിങ്ങൾക്ക് ഫ്രഷ് മീനൊന്നും കിട്ടില്ലല്ലോ? നമുക്ക് ഇല്ല. പുഴമീനൊക്കെ വല്ലതും ഇപ്പം നമുക്ക് ഫ്രഷ് കിട്ടില്ല. ഇവന് ഇവിടുന്ന് കയറി വരുന്നില്ല. ചിലപ്പോൾ അത് 3 ദിവസം 4 ദിവസമൊക്കെ ആയതായിരിക്കും അവിടേക്ക് എത്തുക. നമ്മളിങ്ങനെ തരംതിരിക്കണം അല്ലേ? ഇതിനെന്താ? ഇതെന്ത് മീനാ? പുള. കറുത്ത പുളാണ്. ഇതിനകത്ത് വലുതുണ്ട്. മീനാണ്.
പൂളാണല്ലേ? മറ്റേ കണ്ണി ഇതും പൂളാണ്. ഇത് നാരഞ്ചെമ്മീൻ, ഇളനാരെന്ന് പറയും. വലുത് ചൂടി വലുതായിരിക്കും. ഇതെന്താ? ഇത് നച്ചറയുടെ കുഞ്ഞാണ്. അത് വലുത് ഈ ആദ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. നച്ചറല്ലേ? നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. അതിൻ്റെ വലുതല്ലേ? കളർ പോയത് മീനിൻ്റെ കൊടുത്തിട്ട് കളർ കരിമീൻ. നച്ചറുണ്ട്, അടിയിലുണ്ട്. ഇത് കൂരി എന്ന് പറയും. അതിൻ്റെ കൊമ്പ് കുത്തൂലേ? ഇതാണ് കണ്ണി. അതല്ലേ ഇതാണ് നച്ചറ. പക്ഷെ അത് അതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് ഭയങ്കര വേദനയായി. ആണോ? എന്ത് ചെയ്യണം? ഞാൻ നേഴ്സാണേ, ഖത്തറിൽ വർക്ക് ചെയ്യുന്നത്. ഖത്തറിലാണ്? ആൻറ്റീൻ്റെ വീട്ടിൽ വന്നതാ. ആൻറ്റിയാണ്? എവിടെ? നമ്മുടെ ഒരു ചെറിയൊരു കസിനാ, വൈഫിൻ്റെ ചേച്ചിയാ? ഇത് കമ്പനിക്ക് കൊടുക്കുമോ അതോ ഇത് മാർക്കറ്റിലോ? രാവിലെ കൊണ്ടിട്ട് വടക്ക് മൊത്തത്തിൽ എടുക്കുന്ന ടീമുണ്ട്. വടക്ക് അത് ഇപ്പം നമ്മൾ ഇനി വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിയൂലേ? തിരിച്ച് വലുതെല്ലാം മാറ്റി ആക്കി എടുത്തിട്ട് വെളുപ്പിന് 6 മണി 7 മണി വരെയുള്ള മാർക്കറ്റ്. പുറത്തൊരു വിൽക്കലില്ലേ, അത് നമ്മുടെ മുറിവിലേക്ക് കിട്ടും. ഇതിനെ ഈ ചെമ്മീനെ പ്രത്യേക രീതിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കൈക്കിട്ട് അതിൻ്റെ വാല് വെച്ചടിക്കും. അങ്ങനെ നമ്മുടെ കൈ മുറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇത് ഈ കൈതപ്പുഴക്കായലിൻ്റെ നാളെ നേരം വെളുത്തിട്ടുള്ള നല്ല അടിപൊളി വ്യൂ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇതിനും പ്രത്യേക രീതി പിടിച്ചില്ലെങ്കിൽ എല്ലാവരും വലുത് ചിലപ്പം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാലേ ചിലപ്പം പെട്ട് ആണെന്ന് അടിക്കുന്നത്. അപ്പോൾ ഈ സാധനം കൊണ്ടിട്ട് ചെറിയ മുറിവ് ചെറുതായിരിക്കും, അത് രക്ഷപ്പെടാൻ നോക്കണതാണ്.